മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്ന് മുതലുള്ള വീഡിയോ കുറച്ച് വ്യത്യസ്തമായിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കോമൺ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുള്ളതൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ബോണ്ടയുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 4 ഉരുളക്കിഴങ്ങിന്, 2 സവാള, പിന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ബാറ്റർ റെഡിയാക്കി വയ്ക്കുക എന്നുള്ള കാര്യമാണ്. ബാറ്റർ റെഡിയാക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാനിപ്പോൾ പറയാം കേട്ടോ. ഞാനിപ്പോൾ ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ എപ്പോഴും ബജികൾ ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബോണ്ട ഉണ്ടാക്കുകയാണെങ്കിലും മാവിൽ ചേർക്കേണ്ടതാണ് ഒരു പിഞ്ച് കായപ്പൊടി. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബോണ്ടയുടെ മാവാണെങ്കിലും അതുപോലെ ബജികളുടെ മാവാണെങ്കിലും ടേസ്റ്റ് കൂടുക കേട്ടോ. ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്, എപ്പോഴും നിർബന്ധമായിട്ടും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഇനി നമുക്ക് ബാറ്റർ സാധാരണ പോലെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക, കുറച്ച് വെള്ളം ചേർത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ആവുക. അപ്പോൾ ഞാൻ ബാറ്ററൊക്കെ റെഡിയാക്കി. ഇനി മസാല പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിതാ മസാലയ്ക്കുള്ള സവോളയൊക്കെ വഴറ്റി തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ പറയാനിരുന്ന ഒരു കാര്യം നേരത്തെ വിട്ടുപോയി. നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് സവോളയൊക്കെ വഴറ്റി മസാല ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ കൂടുതൽ സോഫ്റ്റ് ആയി കിട്ടും. അതുപോലെ തന്നെ സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആയിട്ട് വേണം ബോണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ടയുടെ മാവിൽ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തോളൂ. അപ്പോൾ കൂടുതൽ ക്രിസ്പി ആയിട്ടും കിട്ടും, ടേസ്റ്റും കൂടുതൽ കിട്ടും. അതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഈ ഒരു വീഡിയോ മുതൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ചെറിയ ചെറിയ ടിപ്സും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതും അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരാൻ പോകുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ എന്തായാലും സവോളയൊക്കെ വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ ഈ മൈദയിൽ ബോണ്ട ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യം നമുക്ക് ബോണ്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. സവോളയൊന്ന് വഴറ്റിയെടുക്കട്ടെ. പിന്നെ ബോണ്ടയിൽ അധികം എണ്ണ ചേർക്കാൻ പാടില്ല മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. അറിയുന്നില്ലെങ്കിൽ നമ്മുടെ പഴയ ബോണ്ടയുടെ റെസിപ്പിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ ഒരു ടിപ്പും കൂടി പറയാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാനാണെങ്കിലും കട്ട്ലറ്റ് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ റെഡിയാക്കുമ്പോഴുണ്ടല്ലോ, തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന ഉരുളക്കിഴങ്ങാണെങ്കിലുണ്ടല്ലോ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ബോണ്ടയോ കട്ട്ലറ്റോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്പ് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ തലേ ദിവസം ഉരുളക്കിഴങ്ങ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട്ലറ്റോ ബോണ്ടയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടി പറയൂ കേട്ടോ. അതും കുക്കിങ്ങൊക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഇനി ഇതിൽ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ കറക്റ്റ് ചെയ്ത് മസാല റെഡിയാക്കിയിട്ട് ബോളാക്കി എടുക്കട്ടെ. അപ്പോൾ ദാ നമ്മുടെ ബോണ്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, പ്ലേറ്റിലേക്ക് എടുത്തു വന്നു കേട്ടോ. ഇനി കഴിക്കുക എന്നുള്ള പരിപാടിയാണ്. കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ബോണ്ട ഇഷ്ടമല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കടലമാവിലുണ്ടാക്കിയ ബോണ്ടയാണ് ഇഷ്ടം. ഇത് മൈദമാവിലുണ്ടാക്കിയ ബോണ്ടയാണ്. ഇത് രാജീവേട്ടൻ്റെയും കിച്ചൂസിൻ്റെയും ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ബോണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറയാം. ഇത് ടേസ്റ്റിൽ നല്ല ടേസ്റ്റാണ്, സോഫ്റ്റുമാണ് ബോണ്ട. അതെ, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ബോണ്ട നല്ല ടേസ്റ്റാണ്. പക്ഷേ ടെക്സ്ചറിൽ കടലമാവിലുണ്ടാക്കിയ ബോണ്ടയാണ് കാണാൻ നല്ല ഭംഗി അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ല കേട്ടോ എനിക്ക് ഇഷ്ടമുള്ളത്. എനിക്ക് കടലമാവിലുണ്ടാക്കിയ ബോണ്ടയാണ് ഇഷ്ടം. ഇവർക്ക് രണ്ടുപേർക്കും മൈദമാവിലുണ്ടാക്കിയ ബോണ്ടയാണ് ഇഷ്ടം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ മൈദമാവിലുണ്ടാക്കുന്ന ബോണ്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ
മൈദമാവിൽ ഉണ്ടാക്കുന്ന ബോണ്ടയാണോ കടലമാവിൽ ഉണ്ടാക്കുന്ന ബോണ്ടയാണോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ മൈദമാവിൽ ബോണ്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാജീവേട്ടനെ വിളപ്പിടി ചെക്ക് ചെയ്തത്. രാജീവേട്ടനെ ഏത് ബോണ്ടയാണ് ഇഷ്ടം എന്ന് അറിയണ്ടേ? ഏത് ബോണ്ട ഇഷ്ടം? എനിക്ക് ഈ ബോണ്ട ഇഷ്ടം. മറ്റേ കഴിഞ്ഞ ദിവസം ഇവിടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചത് കടലമാവിൽ ഉണ്ടാക്കിയായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. വേറെ ഹോട്ടലിലാണെങ്കിലും മൈദമാവിൽ ഉണ്ടാക്കിയതിന് നല്ല കൂടുതൽ ടേസ്റ്റാണ്. ഞങ്ങളുടെ ഇവിടെ കുഞ്ഞുണ്ണി നേരത്തെ ഹോട്ടലുണ്ട് കേട്ടോ. അവിടുത്തെ ബോണ്ട മൈദമാവിൽ ഉണ്ടാക്കിയ ബോണ്ടയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അവിടുത്തെ ബോണ്ട ഇഷ്ടമല്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള പല സാധനവും എനിക്ക് ഇഷ്ടമല്ല. അതാണ് എൻ്റെ കുഴപ്പം. ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും നല്ല ടേസ്റ്റുള്ള സാധനം, പക്ഷെ കഴിക്കാനുള്ള യോഗമില്ല. ഞാൻ ഇത് കഴിക്കും കേട്ടോ. ഒരെണ്ണമൊക്കെ കഴിക്കും, ഒരുപാടൊന്നും കഴിക്കില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.